ഹലോ, നമസ്കാരം. നമുക്കിന്ന് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയാലോ? ഞങ്ങളുടെ അച്ഛൻ ഭയങ്കര ചക്ക ലവറാണ്. അപ്പോൾ അതുകൊണ്ട് എവിടെയോ പോയി ചക്കയൊക്കെ പറിച്ചുകൊണ്ട് വന്നതാണ്. ഇത് നാടൻ ചക്കയൊന്നും അല്ല കേട്ടോ, ബഡ് തൈയുടെയാണ്. നിങ്ങൾക്ക് വീട്ടിലേക്ക് ചക്കയൊക്കെ ഉണ്ടായി തുടങ്ങിയോ? നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പച്ചമുളക്, ചെറുള്ളി, 2 അല്ലി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, തേങ്ങ, ഉപ്പ്. തേങ്ങ കണ്ട ആരും പേടിക്കേണ്ട, തേങ്ങ ഇച്ചിരി കൂടുതലെടുത്തതാണ്, ചക്ക കുറവായിരുന്നു. ചക്ക അത് ഞങ്ങളിവിടെ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബഡ് ചക്ക ആയതുകൊണ്ട് തന്നെ ചെറിയ ചക്കയായിരുന്നു, അതുകൊണ്ട് ചുളയും കുറവായിരുന്നു. ചെറിയ ചുളയായിരുന്നു, അതുകൊണ്ട് തന്നെ ചക്ക കുറവാണ്. ചക്ക നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അതിനു വേണ്ടി മുളകും ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും അധികം വെള്ളം ചേർക്കാണ്ട് ചെറുതായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് നന്നായി അരച്ചെടുക്കുക. അരച്ചെടുത്ത ഈ അരപ്പ് ചേർത്ത് നമുക്ക് ചക്ക നന്നായി വേവിക്കാൻ വയ്ക്കാം. ചക്ക ഏകദേശം പകുതി വെന്ത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങയും ചെറുള്ളിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ചേർത്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഉള്ളി ചെറുതായിട്ട് അരഞ്ഞു പോയാലും തേങ്ങ ഒത്തിരി അങ്ങോട്ട് അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാവുള്ളൂ. വേണമെങ്കിൽ നല്ല രീതിയിൽ ക്രഷ് ചെയ്തെടുക്കാൻ അറിയില്ലാത്തവരാണെങ്കിൽ ആദ്യം ചെറുള്ളി ഒക്കെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്ത ശേഷം തേങ്ങയിട്ട് ഒന്ന് പയ്യെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. തേങ്ങയുടെ അരിപ്പ് പോലെ ഇരിക്കും ചക്കപ്പുഴുക്കിൻ്റെ ടേസ്റ്റും. ചിലവർക്ക് നന്നായി അരഞ്ഞു പോകണമായിരിക്കും, പക്ഷേ ഇവിടെയൊക്കെ ഒത്തിരി അരഞ്ഞു പോകാറില്ല. ഏകദേശം ചക്കയിൽ ഞാൻ ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചില്ലായിരുന്നു, കുറച്ച് വെള്ളം ഒഴിച്ചുള്ളൂ. അത് വെള്ളം പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചക്ക പകുതി കൂടുതൽ വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിനി തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്ത് തേങ്ങ ലേശം വെള്ളവും കൂടി ഉണ്ട്. തേങ്ങയിൽ അരിപ്പ് അരിക്കാൻ നേരത്ത് പൊടിക്ക് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പം ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം. തേങ്ങ മേളിൽ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച ശേഷം തേങ്ങയുടെ അരപ്പും കൂടി ഒന്ന് വേവണം. അതിനു വേണ്ടിയാണ് മൂടി വയ്ക്കുന്നത്. തേങ്ങയും വെന്ത് കഴിയുമ്പോൾ, അരപ്പ് വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് പാത്രം എടുത്തൊന്ന് അരപ്പ് താഴത്തേക്ക് പോകാൻ പാകത്തിനൊന്ന് പാത്രം എടുത്തൊന്ന് തട്ടിക്കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് കയ്യിലും കൊണ്ട് ചെയ്യാം, പക്ഷേ ചക്ക ഒത്തിരി ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കയ്യിൽ ഉപയോഗിക്കാണ്ട് പാത്രം എടുത്ത് തട്ടിക്കൊടുത്ത് തേങ്ങ അടിയിലേക്ക് ആക്കുന്നത്. അപ്പോൾ ചക്ക ഉടഞ്ഞു പോകാണ്ടിരിക്കും. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിച്ചെടുത്ത്, ഇത്രയും അടച്ച് വയ്ക്കുന്നതും ഇത്രയും സൂക്ഷിക്കുന്നതും ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടി അവിടെ തന്നെ നിൽക്കുന്നതിൻ്റെയും കാരണം നമ്മൾ ഒത്തിരി വെള്ളം ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ്. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ തന്നെ ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് പക്ഷേ വെള്ളം കുറവാണ്, നമ്മൾ ഒത്തിരി വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാണ്ട് നമ്മൾ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലാണ് വെള്ളം ഒത്തിരി ചേർത്ത് ഉണ്ടാക്കുന്നതിനേക്കാളും. വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റായിട്ടുണ്ട്. നമുക്കിനി തുടുപ്പ് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ചക്ക ഉടഞ്ഞു പോകാണ്ട് നല്ല സൂക്ഷിച്ച് വേണം തുടുപ്പ് വെച്ച് നമ്മൾ ഒന്ന് ഇളക്കി മിക്സ് ആക്കാൻ വേണ്ടി. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഞാൻ ഓൾറെഡി അരപ്പിൽ ഉപ്പ് ചേർത്തായിരുന്നു. ഇനി കുറവുണ്ടോ എന്ന് നമുക്ക് നോക്കിയിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് പൊടിയായിട്ട് ഇടാണ്ട് വെള്ളമായിട്ട് ചേർക്കാവുന്നതാണ്.
അപ്പോൾ ദേ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി നോക്കണേ. ലച്ചുക്കുട്ടി ഞങ്ങളുടെ വീട്ടിലെ അന്നപൂർണേശ്വരിയാണ്. എല്ലാവർക്കും വാരിക്കൊടുക്കും. അവൾ തിന്നലിൽ കുറവാണെങ്കിലും മറ്റുള്ളവർക്ക് എല്ലാവർക്കും വാരിക്കൊടുത്ത് എല്ലാവരെയും ഉറക്കാൻ അവൾ മിട്ടിക്കുകയാണ്. അവൾക്ക് ഉറക്കമൊക്കെ കുറവാണ്. എന്നാലും മറ്റുള്ളവരെ വാവ വയ്ക്കാനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അമ്മാമ്മ കൊടുക്കാനും. പെൺകുട്ടികൾ പൊതുവെ അങ്ങനെയാണല്ലോ.